വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇതെന്റെ ആനിവേഴ്സറിയുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇക്കൊക്കെ വിട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചു, ഞാൻ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അതല്ല അതിന്റെ ഒരു രസം. അപ്പൊ ആന്റി ഇന്നലെ എത്തിയിട്ടില്ല, അതിന്റെ നല്ല ദേഷ്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആന്റി ഇന്ന് എത്തിയിട്ടാകുമ്പോ കുറച്ച് ഹാപ്പിയായി. അതും ഉച്ചക്കാണ് വന്നത് ഗൈസ്. കുട്ടാപ്പി ഉറങ്ങണായിരുന്നു. അപ്പൊ എനിച്ചതിന്റെ ഒരു ഹാങ്കോ ഫോട്ടോ എടുത്തോ. എന്തു കൊണ്ടട്ടറിയോ? കൊണ്ടട്ട് എന്താ പറയണേ മലയാളത്തില്? അത് എനിക്കാണ് ദാദി കൊണ്ടുവന്ന ഗിഫ്റ്റ്. ദാദി എനിക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് കൊണ്ടുവന്നത്. കാണിച്ചു തരാം ഗൈസ്. അതേപോലെ തന്നെ എന്റെ പെങ്ങളും വന്നിട്ടുണ്ട്, എന്റെ രണ്ടാമത്തെ പെങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും നമ്മള് വലിയ പരിപാടി ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ എന്നാലും എല്ലാരും മഞ്ഞുണ്ട് ഓരോരുത്തരായിട്ട്. ഇത് ആരൊക്കെ വരുമെന്ന് അറിയില്ല അല്ലേ? I don't have such type of ring stud എനിക്കില്ല. ക്യൂട്ട് ആയിട്ടുള്ള റിംഗ്. ഉമ്മിക്ക് താടി കൊണ്ടുവന്നേ. പിന്നെ ബേബിക്ക് നോക്കിയേ അർമാനി പെർഫ്യൂം. നല്ല സ്മെല്ലാണ്. പെർഫ്യൂം ലവറാന്ന് അറിയാം, അതുകൊണ്ട് വെറൈറ്റി പെർഫ്യൂംസ് ആണ് ആന്റി കൊടുക്കുന്നത്. ആന്റി താങ്ക് യു സോ മച്ച്. പെൺകൊച്ചല്ലേ ഇഷ്ടമാണ്. ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഫുഡ് എന്തൊക്കെയാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഒന്നും പറയട്ടെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. എല്ലാരും കണ്ടോ? നെറ്റിയൊക്കെ കളർ ഈ ബിബി ക്രീമാണ്. ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ക്രീം ഒന്നും ഇട്ടില്ല, ഫൗണ്ടേഷൻ ഇവിടെ വെച്ചിട്ടുള്ള ഇങ്ങനെ നിറച്ചിട്ട് നല്ല നല്ല ക്രീമാണ്. ഒരുപാട് നല്ല കറുപ്പുണ്ടായിരുന്നു ഈ സൈഡ് ഇങ്ങനെ. ഇവിടെയൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരുന്നത്. പോലെ രാവിലെ മുതൽ വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഡെക്കറേഷന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഡെക്കറേഷൻ ചെയ്യാൻ അവരുടേതായ ടൈം അവരെടുത്ത് ചെയ്തു, പക്ഷെ അത് ഒതുക്കാനുള്ള ടൈം ഉണ്ടല്ലോ ഗൈസ്, 1.5 ടൈം. ഇപ്പോഴാണ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് നിസ്കരിച്ച് വന്നത്. അതിന് മുമ്പ് ഫുഡൊക്കെ വെച്ചിട്ടാണ് പോയത്, ബിക്കോസ് ആ ഒരു കൂടെ വേഷത്തിലായിരുന്നു. അപ്പൊ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് എന്റെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആ വേഷത്തിലാണ്. അല്ല, നേരത്തെ നൈറ്റിലായിരുന്നു. ഇത് ബേബി തായ്ലാൻഡിൽ നിന്ന് കൊണ്ടാണ് നൈറ്റ് ഡ്രസ്. ഞാൻ കുളിച്ചിട്ട് അതിട്ടു. ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ വേറെ ഡ്രസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. സിമ്പിൾ ആയിട്ട് ഇന്ന് വെച്ചോളൂ, ബിക്കോസ് നാളെ മുതൽ റംദാനാണ്, പൊളിക്കാൻ പോകുന്നത്. റംദാനിൽ ഫുൾ ഹെവി ഫുഡ്സ് ആയിരിക്കും. അപ്പൊ ഇന്ന് എന്തൊക്കെ ഫുഡ് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നല്ലേ ബാഗ് എടുത്തിട്ട് പോവാൻ വേണ്ടി റെഡി ആകണ്ട. അപ്പൊ കിടക്ക് റൂമിൽ പോയി താത്തായി കിടക്ക്, റെസ്റ്റ് എടുക്കും കുറച്ചു നേരം. അജിത്തായൊക്കെ പോയി കിടക്കാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. Already. Yes. Guys, Naichor is ready. Naichor is ready and പായസം. ഒരു പായസം രാവിലെ തന്നെ സ്പെഷ്യൽ പായസം റെഡി. ചിക്കൻ കറി ഞാൻ കുളിക്കാൻ മുമ്പ് വെച്ചിട്ട് പോയി. ഇറ്റ് ലുക്സ് യമ്മി. ഇനി എല്ലാവരും അഭിപ്രായം ചോദിക്കാൻ. ഞാൻ തന്നെ എപ്പോഴും പൊക്കി പറയണ, പക്ഷെ കുക്കിംഗ് ഞാൻ കോൺഫിഡന്റ് ആണ്, അടിപൊളി ആയിരിക്കുന്നു. ബിക്കോസ് ഇവിടെ വന്ന ഓരോ ആളും എനിക്ക് നല്ല കോംപ്ലിമെന്റ് തന്നിട്ടുള്ളൂ. കബാബും ചെയ്ത് വെച്ച് പോയി. അപ്പൊ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഇത്ര മതി എന്ന് വിചാരിച്ചു. കറണ്ട് പോയി, അതൊന്നും കുഴപ്പമില്ല. ഞാൻ എത്ര ഇങ്ങനത്തെ ബ്ലോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഇത്രയൊക്കെ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാം. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും സിമ്പിൾ ആണ്. യൂഷ്വലി ഞാൻ ബിരിയാണി ഒക്കെ അല്ലേ വെക്കണം, പക്ഷേ ടുഡേ ഐ വാസ് നോട്ട് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് ടൈം പോലും ഇല്ലായിരുന്നു. ചെറിയ ഗ്യാപ്പിലാണ് ഇതൊക്കെ വെച്ചത്, ബിക്കോസ് നമുക്ക് മുകളിൽ ഞാൻ പലതും ചേർക്കൊന്ന് ഇതാക്കാനുണ്ടായിരുന്നു, സെറ്റാക്കാൻ. എന്റെ റിംഗരിയടുത്ത് ഇന്നെന്താണ് സ്പെഷ്യൽ ഡേ? ഇന്നെന്റെ സ്പെഷ്യൽ ഡേ ആണ്. ബേബിനെ ഞാൻ ഇന്ന് കാണിക്കേ ഇല്ല ഗൈസ്. ബേബി റെഡിയേ അല്ല.
ഓക്കെ, എന്നാൽ നിങ്ങൾ പോയിട്ട് റെഡി ആവുന്ന അവർക്കൊരു ഫുഡ് കൊടുക്കട്ടെ. ഓക്കെ. ഓക്കെ. രാവിലെ ഇതൊക്കെ ഇവിടെ ഇട്ടാണ് പർഗോളത്തിൽ അടിച്ചടിച്ച് കണ്ടില്ലേ. ആനിവേഴ്സറി ആയിട്ട് ഒരു നാണമാണില്ലാതെ കുളിക്കാതെ കൂറെ ഡ്രസ്സ് ഇട്ടോട്ട് ക്യാരം കളിക്കാൻ കണ്ടില്ലേ ഗൈസ് ഈ വെയിലെത്തിർത്തിട്ട് നയിച്ചോറ് ദഹിപ്പിക്കാനായിട്ട് എൻ്റെ റിബോണ്ടൊക്കെ ഇടണം. ആന്റി പറഞ്ഞായിരുന്നല്ല റഫീഖ് അങ്കൽ മാസാണെന്നൊക്കെ. എന്ത് പറ്റിയ അങ്കൽ കണ്ണി കിട്ടിയാ? ജസ്റ്റ് അപ്പം കളിച്ചില്ലേ? കളിച്ചു പോയാ? സ്ലോ ആയി. എത്ര കളി കളിച്ച്? ഇത് മൂന്നാമത്തേതാ? അപ്പൊ ടൈ അല്ലേ? നിങ്ങള് ബിൽഡപ്പ് കണ്ട നിങ്ങളാണ് എല്ലാം ജയിച്ചത് വിചാരിക്കണം. പിന്നെ എന്നെ പറയൂ ഗൈസ്, റഫീഖ് അങ്കൽ വിന്നായ എന്നെ പറയൂ. ഞാൻ വ്ളോഗ് എടുത്തോണ്ട് വന്നുകൊണ്ടാണ് ജയിക്കത്തത്. ഓക്കെ, ഒരു കളി കേട്ട് നമുക്ക് താഴ്പോ. നമുക്ക് ആര് ജയിക്കുമെന്ന് നോക്കണം അല്ലേ? ഇത് ഷോ കാണിച്ചല്ലേ. ഓ, അങ്കിൾ ജയിക്കുമോ? നന്നായി അങ്കിൾ ജയിക്കണം. ഓ ഗൈസ്, ഒന്ന് ടൈ ആയിട്ടിരിക്കണാണ്. അപ്പൊ ആര് ജയിക്കും നമുക്ക് നോക്കാം. ഫൈറ്റ്, നല്ല ഫൈറ്റ് ഉണ്ട്. ആര് ജയിക്കും നോക്കാം നമുക്ക്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയ ഗൈസ്. ഇന്നലെ 4 മണി രാവിലെ ഓർമ്മ ഇന്ന്. എന്നിട്ട് രാവിലെ തന്നെ എണീറ്റ് പിന്നെ ഫുഡൊക്കെ കൊടുക്കണമല്ലോ, കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഫീൽ ആവുന്നുണ്ട്. നോക്കിയാൽ ബലൂൺസൊക്കെ ബലൂൺസൊക്കെ ഞാൻ പൊട്ടിച്ചില്ല, ബിക്കോസ് ഇന്ന് ഈവനിങ് കട്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുക ചെയ്യാമല്ലോ. ഓ, ഞാൻ നല്ല സാഹസികമായിട്ട് ആരതോ ഫോൺ താഴിട്ട് എടുത്ത് വെച്ചിട്ട് റെഡിട്ട് ഇനി എന്നാ പറ, അടിക്കാൻ പറ്റാതല്ലല്ലോ. താഴെ ലേഡീസ് ഒക്കെ സംസാരിക്കണം. ഓ അങ്കിൾ ജയിച്ചു. ഇത്ര പോക്കറ്റിന് അടുത്തുണ്ടാകും അതുപോലെ ബേസ് വെച്ചില്ല. പക്ഷെ ഇത്ര നേരം കളിച്ച മൊത്തം റെറ്റിക്ക് എനിക്ക് ബേസ് രാവിലെ കളിച്ച് വിട്ടുകൊടുത്താണോ വിതരിക? അപ്പൊ ആന്റി പറഞ്ഞ പോലെ അങ്കിൾ മാസാണ്. അപ്പൊ നമുക്ക് താഴെ പോവാം. ലേഡീസ് ബെസ്റ്റ് ഓഫ് 3 ബെസ്റ്റ് ഓഫ് 3 കഴിഞ്ഞല്ലോ. അതെന്തായാലും അങ്കിൾ ജയിക്കും. എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആരാ ജയിച്ചെന്ന്. എനിക്ക് ക്യാമറ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല. 3 കളി അപ്പൊ അടുത്തതിൽ ഇപ്പൊ നിങ്ങൾ വിന്നായാൽ വീണ്ടും കളിക്കണം. അങ്ങനെ അതായത് 3 കളി ജയിക്കണം. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ബെസ്റ്റ് ഓഫ് 3 മൂന്നാമത്തെ ജയിക്കണ ആള് ജയിക്കും. നിങ്ങൾ എന്താ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആവും. ഒന്നാമത് ഉറക്കം വന്ന് കഴിഞ്ഞ മനുഷ്യൻ. ഞാൻ പോട്ടെ, മോൺസ്റ്റർ ആണ്. ഓക്കെ, ഈ ബലൂൺസ് എന്തെങ്കിലും യൂസ് ആവും, നമുക്ക് നോക്കാം. ഇന്നാളെ ഉണ്ടായിരുന്ന റൂം ഇന്ന് മൊത്തത്തിൽ മാറി നീറ്റാക്കി ഒതുക്കി പെറുക്കി എല്ലാം വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ക്രിബ്
ക്രിബ് എല്ലാം വെച്ചു. അതെനിക്ക് ബേബി ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. ബെഡിലിരിക്കണം. സോ ഓൾ സെറ്റ്. ലെറ്റ്സ് ഗോ ഡൗൺ. എന്താണ് ഉമ്മ മോണോ ബ്ലാക്ക് ഇട്ടിട്ട് ബ്ലാക്ക് ഗ്ലാസ് ഒക്കെ പിടിച്ചിട്ട് എന്നാൽ ബ്ലാക്ക് തീമാ? ഉള്ളിൽ ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് മാത്രമല്ല. ഗ്രീനോ? ബേബി കണ്ടില്ലേ ഡാഡ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമേരിക്കയുടെ ഷൂട്ടിനെ കണ്ടില്ലേ? ക്യൂട്ടിഫായി. എത്ര ഡ്രസ് ഇട്ട് കാണിച്ചു നോക്കട്ടെ. അങ്കിൾ കൊണ്ടുവന്ന ഡ്രസ്. ബേബി കേക്കണ്ട അങ്കിൾ എന്ന് പറയുന്നത്. ക്യൂട്ട്, നൈസ്. ഇഷ്ടായാ? എന്താണ് സാർ? സാറൊന്നും കഴിക്കണില്ലല്ലോ സാർ. ആണെന്ന് തോന്നുന്നു. സുഖനെ പോലെ അല്ല, അവർ വലുതാണ്, ഇത് കുഞ്ഞ് ചെറുതാണ്. എക്സൈറ്റഡ് ആണ് ഗൈസ്. നമ്മള് കുഞ്ഞു ഉമ്മി പാപ്പ പപ്പ അല്ല ഉമ്മി ഡാഡ്. ഉമ്മി പാപ്പ അല്ല, ഉമ്മി ഡാഡിയുടെ ആനിവേഴ്സറി. എനിക്ക് തോന്നണേ ഇല്ല 6 years ആയി. എന്റെ സോനത്തടി ജീവിതം നശിപ്പിച്ചിട്ട് 6 വർഷം. സോന സങ്കടത്തിൽ പായസം കുടിച്ചോണ്ടിരിക്കുന്നു. Thank you. Happy anniversary to me. I should കാണിക്കാൻ പറ്റില്ല ഗൈസ്, അങ്ങോട്ട് ഫുൾ തിരക്കാണ്. ഐഷുടെ പോസ് ഉണ്ടായിരുന്നു വീഡിയോയിൽ, ഞാൻ കാണിച്ചു തരാം. ക്യൂട്ട് പോസ് ഒക്കെ. ഓൾവേസ് ക്യൂട്ടിഫൈ മൈ ബേബി. അയ്യോ ഞാനിപ്പോ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു, നമ്മുടെ ബെഡിന്റെ സൈഡിൽ കൂടി അതിൽ കൂടി ഇവനിങ്ങനെ നടന്നു വന്നേ. എന്നിട്ട് ഞാനപ്പോ ഒരു പാഴ്സൽ നടന്നിട്ട് ഷൊട്ടൂരെ തലേക്ക് ഒറ്റയിരിക്കും. എന്തെങ്കിലും ഷൊട്ടൂരെ കെട്ടിപ്പിടിക്കാ, ഇവിടെ കെട്ടിപ്പിടിച്ച വീടുമല്ല, ഇത് ഓടിച്ചത് ഷൊട്ടൂരെ തലയിൽ ഇങ്ങനെ പിടിച്ച് ഞാനിപ്പോ ഇവരെ നമ്മളെ നോക്കണ്. ഇല്ല, ഇങ്ങനെ ഇങ്ങനെ കൂളായിട്ട് അപ്പൊ ചിപ്പ് പണ്ട് ഇതുപോലെ വെട്ടിയത്. സുനു ഇന്നലെ എന്തൊക്കെ ആയിരുന്നു നമ്മള് പ്ലാൻ? ഫോട്ടോ എടുക്കണം, റീൽസ് എടുക്കണം, നടന്നിട്ടില്ല. ഫുൾ ഹറി. Yeah, usually you guys take stories. നീ ഉമ്മച്ചി അതുപോലെ എടുത്തിട്ടില്ല. അവനങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. കസുറുതി കസുറുതി. അയ്യോ, ബലൂൺസ് എടുക്കാനാണ്. എല്ലാ കസുരത്ത് ദീദിയാണ് പഠിപ്പിച്ചു കൊടുക്കണം. മാളില് ബഡ്ഡി വരും. മമ്മോടെ നിന്റെ ഒക്കെ ബാക്കിയല്ലേ മടിയാങ്ങനെ. ഞാനിരിക്കുള്ളൂ. ഗുടി എപ്പോഴാ നടന്നാണ്ടി? ഗുടി എപ്പോഴാ നടന്നത്? ഞാൻ മുട്ടില് വന്നു. അതാ സ്പീഡാക്കും എനിക്ക്. പരിസട്ടാ നല്ല ക്യൂട്ട് ഉണ്ടല്ലോ ഷൂട്ടിനത്. യെല്ലോ 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 യെല്ലോ
പോസ് കാണണായിരുന്നു ഇങ്ങനത്തെ ഫ്രോക്ക് ഇടല് കുറവല്ലേ? നേരത്തെ ബേബി ഒക്കെ ഇന്നലെ നൈറ്റ് സർപ്രൈസ് ഡ്രസ് കൊടുക്കുമ്പോ സുനുമാളിൽ വന്ന് പറയണം മഷുമിനെ പോലെ തന്നെയാണ് ഓരോ ഡ്രസ് ഇതിനെടുത്ത് കാണിക്കുമ്പോ എക്സൈറ്റ്മെന്റ് കാണിക്ക്. പിന്നെ കാണിക്കാന്ന് ചിലപ്പോ പിന്നെ വരൂല. നമ്മൾ എക്സൈറ്റ്മെന്റിന്റെ ആൾക്കാരാണ്. വെറുതെ കടിച്ചോണ്ട് കിടക്കാം. പപ്പി എവിടെ? പപ്പി വേർ ഇസ് പപ്പി? എവിടെ? പുറത്താ? ഫാൻ എവിടെ? ഫാൻ ഫാൻ ലൈറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ടങ്ക് എവിടെ? ടങ്ക് ടങ് എവിടെ? ടങ്ക് ടങ് എവിടെ? ടീറ്റ് കാണിച്ചു. ഓ എക്സൈറ്റ്മെന്റ് എന്റെ ബാക്കി തന്നെ എക്സൈറ്റ്മെന്റിന്റെ കുമ്പാരം. ഭയങ്കര ചൂടാണല്ലോ ഇന്ന്. മെല്ലെ 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 പതുക്കെ. പപ്പി പപ്പി വാവോ വാവോ. ഹഗ് പപ്പി ഹഗ് പപ്പി ഹഗ് പപ്പി. ഓ റിയൽ പപ്പി ഉണ്ടെങ്കിൽ എടുത്ത് വായിലിട്ടേ ഞാൻ. അപ്പോ സോനു വെച്ച പായസം കുടിച്ചിട്ടില്ല. തീർന്ന എപ്പോഴും ഉള്ളതാണ് ഗൈസ്. ഇവിടെ ഞാൻ ലാസ്റ്റ് കുടിക്കാന്ന് വെക്കും. തീർന്നു പോ. വേണമെങ്കിൽ കുടിക്കാം. ഞാനിപ്പോ ഒരു ഗ്ലാസ് കുടിച്ചു. എന്ത്? അതിനായിരിക്കോ ഞാൻ നേരത്തെ ഇട്ടത് അർജന്റില്. എന്താ ഇത് രണ്ടെണ്ണം? എവിടെ എബു? എബു എവിടെ? എന്റെ എബു എവിടെ? എന്റെ എബു ബേബി എവിടെ? എബു ബേബി അവിടെയാണോ? തിരിച്ചത് തിരിച്ച് അത് തിരിച്ച് ദീദി ആക്കി തരും. ദീദി കൊടു. ദീദി ആക്കി തരും. ദീദി ആക്കും. എന്താടാ എന്റെ ആനിവേഴ്സറി നിന്റെ ആനിവേഴ്സറിയാ? ഭയങ്കര എക്സൈറ്റഡ് ആണോ? ഓരോ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഓരോ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഓരോ ദിവസം ഭയങ്കര വാശി. ഇന്നലൊക്കെ ഭയങ്കര വാശിയായിരുന്നു. കരച്ചൽ. എന്താണ് ഇവിടെ? സ്നേഹിക്കാൻ സമ്മതിക്കൂലേ അല്ലേ? മെല്ലെ കാളന്നല്ലേ? എബു ബാബാ എന്തായിരുന്നു ഇവിടെ? ഞാൻ പോകുമ്പോ വേറെ തന്നെ ആയിരുന്നല്ലോ സംഭവം. ഒന്ന് നോക്കിയ നീ അങ്ങനെ കാണിച്ചേ. രണ്ടെണ്ണയില്ലേ ഗൈസ്? ഭയങ്കര അലമ്പാണ് ഭയ്യ. വാവോ വാവോ ഭയ്യനെ സ്നേഹിച്ചേ. ഹഗ് ബയ്യ. ഓ ബയ്യാനെ നിക്കലിടാൻ അറ്റാണ്. എടാ ബയ്യന് ചവിട്ടല്ലേ പോ. ഹഗ് ബയ്യ. ഹഗ് ബയ്യോ. നോക്കട്ടെ. അയ്യോ എവിടെ
സായിയുടെ ചീക്സ് നോക്കേ. അല്ല എപ്പോഴല്ല സായിയുടെ ചീക്സ് നോക്കേ. ഒന്നാമത് ഇന്നലെ വെയിലൊക്കെ കഴിച്ച് സ്ട്രോബെറി പോലെ ആയിരിക്കണം ചീക്സ്. ഹഗ് ഭയ്യ, ഹഗ് ഭയ്യ. ഭയ്യാണെങ്കിൽ റസ്ലിംഗ് ഇട്ട പോലെ എബു ഭയ്യനെ ഹഗ് ആക്കുമ്മ. എബു അല്ല അല്ല പറയോ. എബു എബു അല്ല അല്ല പറമ്മ. നോക്കട്ടെ. അല്ല അല്ല പറമ്മ. ഗുഡ് ബോയ് അല്ലേ. പപ്പ എങ്ങനെ പറയണ. അല്ല 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 പറ. ഗുഡ് ബോയ് ന. അല്ല അല്ല പറമ്മ. അത് ഉമ്മി മിണ്ടൂല. ഉമ്മി പോട്ടെ. ഉമ്മി മിണ്ടൂല. അല്ല 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 മാഷാ. ഉമ്മിന്റെ പോ. താത്ത പോ. ഡാഡമ്പടിക്കും നമ്മളെ. ഓ ഹൈ ഗൈസ്. ഷോക്കാവും. ബാ കം കം ബാ. ഹായ് മതി ബാ ബാ ബാ. So we are ready. ഇതാണ് നമ്മളെ ആനിവേഴ്സറി കോസ്റ്റ്യൂം. അതെപ്പോഴാണ് വരുന്നത്? ഒരു 6-7 മണിയാകുമ്പോഴാണ്. ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ആൻറ്റി ഒക്കെ ഉണ്ട്. ആൻറ്റി ഇന്നലെ എത്താൻ പറ്റില്ല. അപ്പോൾ ആൻറ്റി ഒക്കെ വരുമ്പോൾ കേക്ക് കട്ടിങ് നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോട്ടോ തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. കേക്ക് വേണോ ഗൈസ്? കേക്ക് ഒക്കെ ഇവിടെ സെറ്റ് ആക്കിട്ട് നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് ഗൈസ്. കേക്ക് കട്ടാക്കിയിട്ട് നമ്മൾ അവിടെ ഗ്ലാസ് കൊട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ 2-3 ആൾക്കാർ വരാനുണ്ട്. എല്ലാവരും വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മൾ എബ്ബു കുറച്ച് കള്ളക്കടിച്ചെവിടെ പോയി. കള്ളക്കടിച്ച്. ഓ ഡാഡാ എബ്ബു ബ്ലോയിങ് റാസ്ബെറീസ്. അതിന്റെ ഇടയിൽ നമ്മള് വാശി പിടിക്കണേ. കടിച്ചല്ലോ കേട്ടോ. ഒറ്റടിക്ക് മാറും. ഇതാ നമുക്ക് കളിക്കാം. എബോ നമുക്ക് കളിക്കാം. So guys, finally നമ്മൾ കേക്ക് കട്ടിംഗ് സെറമണി സെറമണിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കുക. നമ്മള് അറിയാലോ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലേ. അതിനകത്ത് തന്നെയാണ് നമ്മള് എല്ലാരും സർപ്രൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി. അങ്ങോട്ടല്ല ഇങ്ങോട്ടും എല്ലാരും കൈമാറിയതും. അങ്ങോട്ടല്ല ഈ പ്രാവശ്യം എല്ലാരും ഇങ്ങോട്ട് കൈമാറിയതും എല്ലാം വാങ്ങിച്ച് വെച്ചതും. അല്ല ഈ പ്രാവശ്യം കൊച്ചു ഇവരെന്നെ പറ്റിച്ചേ. ഇവര് നമുക്ക് ഈ പ്രാവശ്യം വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ പറ്റിച്ചിട്ട് ഇവരുടെ എനിക്ക് വലുതായിട്ട് എനിക്ക് സെലിബ്രേറ്റ് നിന്റെ കൃത്യം എന്ത് പകർച്ചവതിയാണെന്ന് തോന്നുന്നു. എന്താ സെലിബ്രേറ്റ് ചെയ്ത് വലുതായിട്ട് ചെയ്ത് എനിക്ക് ഗിഫ്റ്റൊക്കെ വലുതായിട്ട് തന്ന്. അല്ല നീ പറ, ഞാൻ മാറിയില്ല. അപ്പൊ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് ഇവരെല്ലാരും സെറ്റ് ചെയ്തത്. അതുകൊണ്ടിട്ട് ഇന്ന് നമ്മൾ
ആക്ച്വലി ഇന്ന് ഞാന് മെയിൻ കേക്ക് ഒരു സംഭവമൊക്കെ ഞാൻ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഇന്നലെ നൈറ്റ് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിട്ട് ഈ കേക്കിന്റെ ഒരു പവർ തന്നെ പോയി തന്നെ പറയാം. ഇല്ല, കാരണം പരിപാടി ഇന്നലെ രാത്രി കഴിഞ്ഞു. പിന്നെ ഇന്ന് ഈ കേക്ക് വന്നത് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയ ചെയ്യും. അത് മാത്രല്ല ഇന്ന് മെയിൻ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നമ്മുടെ ആന്റി അങ്കിൾ എല്ലാം എത്തിയിട്ടുണ്ട്. ആന്റിക്ക് ഇന്നലെ എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ പെങ്ങളുണ്ടായിരുന്നു. പെങ്ങൾക്ക് കുറച്ചെടുത്ത് നേരത്തെ പോകണം. കാരണം നമ്മളിപ്പോ 8 മണിയൊക്കെ 8 മണിയാകാറായി. അപ്പൊ ബസ് കിട്ടില്ല. അപ്പൊ ഇവിടെ പോയി. അപ്പൊ നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ കേക്ക് കട്ട് ചെയ്യാം അല്ലേ? Happy anniversary! Happy anniversary! Happy anniversary! പാവ എബ്രുക്ക് ഇതൊക്കെ പുതുസാണ്. അവൻ എന്തോറ കേക്കാണ് ഇവർ മുറിക്കണത്. കട്ടാക്കി കൊടുക്കോ? ഇനി നമ്മളെല്ലാവരും കേക്ക് കട്ടാക്കി കൊടുക്കാം.